അൻപോടെ 50 നാൾ ക്രൂശുമായി നിൻ വഴിയേ തളരാതെ നീങ്ങാൻ നിൻ കൃപയേകണമേ. സഹനത്തിൽ സ്നേഹം നിറയുമ്പോൾ മുറിവും തിരുമുറിവായിടുന്നു. നീയും ക്രൂശിതനായിടുന്നു. അപരിചിതൻ. ഒരുപാട് അപരിചിതരുടെ കൂട്ടുകൃഷി കൊണ്ട് രൂപപ്പെട്ട ഒരു കൊച്ചു ജീവിതമാണ് നമ്മുടേത്. നമ്മളിപ്പോൾ കാണുന്ന മൊബൈൽ പോലും ആര് കണ്ടുപിടിച്ചതാണ്, ആര് തന്നതാണ്? ഒന്നും നമ്മുടേത് മാത്രമല്ല, കുറേ പേര് നമ്മളെ സഹായിക്കുന്നുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ഈശോയെ ഈ കുരിശിൻ്റെ വഴിയിൽ സഹായിച്ച ശിമയോൻ ഈശോയുടെ സഹന ജീവിതത്തിൽ പങ്കുവറ്റാണ്. ആരുടെ സഹന ജീവിതത്തിൽ പങ്കുവറ്റുന്നവരും പതുക്കെ പതുക്കെ ക്രിസ്തുവായി രൂപാന്തരപ്പെടും. തണ്ണീർമുക്കത്ത് ഒരു ചാണ്ടിയച്ഛനുണ്ടായിരുന്നു. അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു ശവസംസ്കാരം നടക്കുകയാണ്. ആരുമില്ലാത്ത ഒരു സാധു സ്ത്രീയുടെ ശവസംസ്കാരമാണ്. പക്ഷെ അച്ഛൻ പതിവ് പോലെ സാധാരണ ശവസംസ്കാരത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് അനൗൺസ് ചെയ്തു, ഇനി മൃതദേഹത്തിൻ്റെ മുഖത്ത് തൂവാലയിട്ടതിന് ശേഷം ബന്ധുമിത്രാദികൾ വന്ന് ചുംബിക്കുക. അച്ഛൻ ചുറ്റും നോക്കി, ആരും വരുന്നില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുകയാണ്. ഇവർക്ക് ആരും ബന്ധുക്കളില്ല. ഉടനെ ചാണ്ടിയച്ഛൻ ആ തൂവാല വാങ്ങിയിട്ട് പറഞ്ഞു, ആരുമില്ലാത്തവർക്ക് വികാരിച്ചനുണ്ടടാ എന്ന് പറഞ്ഞ് ആ തൂവാലയിട്ട് ആ സാധു സ്ത്രീയെ ചുംബിച്ചു. എത്രയോ അപരിചിതരാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഏത് നിമിഷവും കടന്നു വരുന്നത്. ആരൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ വണ്ടി നിന്നപ്പോൾ അതൊന്ന് തള്ളിത്തന്നത് ആരാണ്? ജീവിതവണ്ടിയൊക്കെ എത്രയോ വട്ടമാണ് നിന്നുപോയത്. ആരാണ് തള്ളിത്തന്നതെന്ന് നമുക്കറിയില്ല, നമുക്ക് ഓർമ്മ പോലും കാണില്ല. അല്ലെങ്കിൽ തീർത്തും അവരുടെ മുഖമൊന്നും മനസ്സിലേക്ക് വരുന്നുണ്ടാവില്ല. പക്ഷെ ഒരുപാട് പേര് താങ്ങിയതുകൊണ്ടാണ് നമ്മുടെ ജീവിതയാത്രയിൽ ഈ കുരിശുമായിട്ട് ഗാഗുൽത്താമല കയറാൻ നമുക്ക് സാധിക്കുന്നത്.